നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ട വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ ഓർക്കുക. ശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിരിക്കുന്ന 2 നമ്പറുകളിൽ നിന്നും, അതായത് ഓരോ പൂവിനോടും ചേർന്നിരിക്കുന്ന ഓരോ നമ്പറുകളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്ത പൂവിന് പിന്നിൽ നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ശരിയായി വരണമെന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനുമായി ശരിയായി വന്നാൽ മാത്രം പോസിറ്റീവായി എടുക്കുക. ഇനി നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. 1 എന്ന നമ്പറിനോട് ചേർന്നിരിക്കുന്ന പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. ഒരുപക്ഷെ നിങ്ങളും ആ വ്യക്തിയും ഇപ്പോൾ പിരിഞ്ഞു നിൽക്കുകയാവാം. തേർഡ് പാർട്ടികളുടെ സ്വാധീനം മൂലമാവാം ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു അകൽച്ച ഉണ്ടായത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് സംസാരിക്കണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആ വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിൽ അത് സാധിക്കുന്നില്ല. ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആ വ്യക്തിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിലൂടെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതായേക്കാം. അതുപോലെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരണമെന്നും വളരെയധികം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് ആ വ്യക്തി പരിശ്രമിക്കുന്നുമുണ്ട്. തേർഡ് പാർട്ടികളുടെ സ്വാധീനത്തെയെല്ലാം മറികടന്ന് ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒന്നാകാൻ ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള എല്ലാ നീക്കങ്ങളും ആ വ്യക്തി നടത്തുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ആ വ്യക്തി തന്നെ മുൻകൈ എടുക്കണം എന്നാണ്. ആ വ്യക്തി മുൻകൈ എടുത്ത് നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കി നിങ്ങളുമായി വീണ്ടും ഒന്നിക്കണം എന്ന് തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് ആ വ്യക്തിയുടെ യഥാർത്ഥ പങ്കാളി. നിങ്ങളോടൊപ്പമുള്ള നിമിഷങ്ങളിലാണ് ആ വ്യക്തി ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കുന്നതെന്നും ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഒന്ന് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതിൻ്റെ കാരണം ഒരുപക്ഷെ ഫാമിലി ആവാം, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളാവാം. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ദൂരം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് നിങ്ങൾക്കരികിലേക്ക് എത്താനുള്ള എല്ലാ ശ്രമങ്ങളും ആ വ്യക്തി നടത്തുന്നുണ്ട്. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വീണ്ടും ഒന്നിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി 2 എന്ന നമ്പറിനോട് ചേർന്നിരിക്കുന്ന പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഇഷ്ട വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് ഒരുപക്ഷെ മറ്റു വ്യക്തികൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധമായിരിക്കാം. അതിപ്പോൾ എന്ത് കാരണങ്ങളുമാവാം. ഈ ഒരു ചിന്ത ആ വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴുമുണ്ട്. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ധാരാളം തടസ്സങ്ങൾ വന്നു ചേരുന്നുണ്ട്. ഒരു തരത്തിലും ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന അവസ്ഥയിൽ വരെ എത്തിയിട്ടുമുണ്ട്. ഇവിടെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിങ്ങളുമായുള്ള ആ ഒരു ബന്ധം ഇപ്പോൾ മുന്നോട്ട് പോകുന്നുമുണ്ട്. ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹം തന്നെയാണുള്ളത്. എന്നാൽ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പലപ്പോഴും ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ആയിരിക്കാം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കാത്തത്. അതുപോലെ പലപ്പോഴും ആ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുവരെ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ എത്ര അകലാൻ ശ്രമിച്ചാലും നിങ്ങൾക്കും ആ വ്യക്തിക്കും ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ചിന്തകൾ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നും മായുന്നില്ല.
ഏതോ ചില ശക്തികൾ നിങ്ങളെ വീണ്ടും അടുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചും ഏത് പ്രതിസന്ധികൾ തരണം ചെയ്തും ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ്. സാഹചര്യങ്ങളും മറ്റു വ്യക്തികളുടെ എതിർപ്പുകളുമെല്ലാം ആ വ്യക്തിയെ അസ്വസ്ഥനാക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരവസ്ഥ മറികടന്ന് നിങ്ങളുമായി ഒന്നിക്കണമെന്ന് ആ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു. പുറമേ നിന്നും നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. അതൊരു പക്ഷേ സമൂഹം അംഗീകരിക്കാത്ത രീതിയിലുള്ള വ്യത്യാസങ്ങളാവാം. ഏത് സാഹചര്യമായാലും അതിനെയെല്ലാം തരണം ചെയ്ത് നിങ്ങളെ സ്വന്തമാക്കണം എന്ന് മാത്രമാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരടുപ്പവും കാണുന്നില്ല. പല കാര്യങ്ങളും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാൻ സാധിക്കുന്നില്ല ആ വ്യക്തിക്ക്. എന്നാൽ ഇപ്പോൾ അതിനുള്ള സമയമായി. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള എല്ലാ സാധ്യതകളും കൂടുതലായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിലുള്ള ചെറിയൊരു അകൽച്ച, അതായത് നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ മാറാൻ പോവുകയാണ്. അതായത് എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുമായി സംസാരിച്ച് നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് പുതിയൊരു തുടക്കം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ എത്ര അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും, നിങ്ങളോട് ആ വ്യക്തി എത്ര പിണക്കം കാണിച്ചാലും നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. സാഹചര്യങ്ങൾ ആ വ്യക്തിയെ ഒന്നിനും അനുവദിക്കുന്നില്ല എന്നു മാത്രം. എന്നാൽ ഇപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ, നിങ്ങളുമായി കൂടുതൽ അടുക്കാനൊക്കെയുള്ള സമയമായിട്ടുണ്ട്. അതിനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുമുണ്ട്. എല്ലാം മറന്ന് ആ വ്യക്തി നിങ്ങളെ വീണ്ടും സ്നേഹിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.